ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ജൂൺ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ നമ്മൾ കഴിഞ്ഞു പോയ എല്ലാ ദിവസങ്ങളിലും അനുഭവിക്കുകയായിരുന്നു. ഈ 6-ാം മാസം ഒരു പ്രത്യേക ഷിഫ്റ്റിൻ്റെ മാസമാണെന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് വഴികൾ തുറന്നു, ഒത്തിരി പേർ പുതിയ വലുത് സഫലവുമായ വാതിലുകൾ തുറന്നു. വിശ്വസിക്കുക, ഇന്ന് ഈ ദിവസം തീരുന്നതിനുള്ളിൽ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം അതുപോലെ നടന്നിരിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, പാസ്റ്റർ MJ സൈമൺ. അദ്ദേഹത്തിന് 10-ലധികം വർഷം മക്കളില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആലോചന, ഒരു പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഇത്രാം ആണ്ടിൽ ഇത്രാം തീയതി ഒരു കുഞ്ഞ് ജനിക്കും. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭം ധരിച്ചു. വത്സ എന്നാണ് പേര്. ആ സഹോദരിയുടെ പ്രസവത്തിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. എന്നാൽ പറഞ്ഞ ഡേറ്റ് മാത്രം ആ ദിവസം വരുമോ എന്ന് അറിയില്ല. എന്നാൽ അതിന് തൊട്ട് തലേ ദിവസം തന്നെ സർജറിക്കുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. ഡെലിവറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയി പറഞ്ഞ ദിവസത്തിൻ്റെ അന്ന്, അതായത് രാത്രി 11:59 കഴിഞ്ഞ് 12 മണിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഏത് ദിവസം പറഞ്ഞോ, ഏത് വർഷം പറഞ്ഞോ, ഏത് സമയം പറഞ്ഞോ, അതുപോലെ തന്നെ കർത്താവ് ആ സമയത്ത് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. അവളുടെ പേര് അക്സ എന്നാണ്. കർത്താവ് എത്ര വിശ്വസ്തനാണ്. നമ്മോട് പറയുന്ന കാര്യത്തിൻ്റെ ഒരു മിനിറ്റ് പോലും മാറാതെ ചെയ്യാൻ മിനിറ്റുകളെ ഉണ്ടാക്കിയവൻ, സെക്കൻഡുകളെ ഉണ്ടാക്കിയവൻ ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന് സെക്കൻഡിന് പോലും വളരെ മൂല്യമുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരും ഭാരപ്പെടേണ്ട. ഇന്നത്തെ ദിവസം തീരുന്നതിനുള്ളിൽ ഈ ജൂൺ മാസം നടക്കേണ്ട കാര്യം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ധൈര്യമായി വിശ്വസിക്കുക, കർത്താവ് അത് ചെയ്യട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ജീവിതത്തിന് ജയം തരുന്ന കർത്താവിനെ ഒന്നുകൂടി നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ, അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ, அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே, அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே. எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு.
അമരാത പുയൽ കൂടെ അമർന്നിടുമേ, അസയാതെ മല കൂടെ അസൈന്നിടുമേ, അമരാത പുയൽ കൂടെ അമർന്നിടുമേ. എല്ലാ പുകളും എല്ലാ കനവും എന്നിൽ അസാധ്യം ചെയ്പവർക്ക് എല്ലാ തുതിയും എല്ലാ ഉയർവും എന്നിൽ നിലവരമാനവർക്ക് എല്ലാ പുകളും എല്ലാ കനവും എന്നിൽ അസാധ്യം ചെയ്പവർക്ക് എല്ലാ തുതിയും എല്ലാ ഉയർവും എന്നിൽ നിലവരമാനവർക്ക് எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு புகழும் எல்லா கனவும் എന്നിൽ അസാധ്യം ചെയ്പവർക്ക് എല്ലാ തുതിയും എല്ലാ ഉയർവും എന്നിൽ നിലവരമാനവർക്ക് എല്ലാ പുകളും എല്ലാ കനവും എന്നിൽ അസാധ്യം ചെയ്പവർക്ക് എല്ലാ തുതിയും എല്ലാ ഉയർവും എന്നിൽ നിലവരമാണ്. എല്ലാ പുകളും എല്ലാ പുകളും എല്ലാ കനവും എന്നിൽ അസാധ്യം ചെയ്പവർക്ക് എല്ലാ തുതിയും എല്ലാ ഉയർവും എന്നിൽ നിലവരമാനവർക്ക് எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் യേശുവേ. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതലാണ് വായിക്കുന്നത്. അതായത് അപ്പോസ്തലന്മാരാൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവരൊരുമിച്ച് ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വന്നു. അവരോടുകൂടെ മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും വിശ്വസിച്ച് ചേർന്ന് വന്നു. കുറേ പേര് മാറി നിന്നപ്പോൾ അവർക്ക് പകരം വേറെ ആൾക്കാരെ ദൈവം അവിടെ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. 15-ാം വാക്യത്തിൽ രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേൽ കിടക്കമേലും കിടത്തും. ആ നിലയിലേക്ക് നാട്ടുകാരുടെ വിശ്വാസം വർദ്ധിച്ചു. പത്രോസിന്റെ വിശ്വാസം വർദ്ധിച്ചു എന്നല്ല, ശിഷ്യന്മാരുടെ വിശ്വാസം പെരുകി എന്നല്ല, നാട്ടുകാർക്ക് പോലും ഇവരുടെ നിഴലിൽ പോലും അത്ഭുതം ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഒരു ഭീകരമായ അത്ഭുതം, ഭയാനകമായ അത്ഭുതങ്ങൾ ഇവരിലൂടെ അങ്ങോട്ട് നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതല്ല, പോകുന്ന വഴിക്ക് നിഴലെങ്കിലും ഒന്ന് വീണാൽ മതി, അത്രത്തോളം മൂല്യമുള്ളവരായി അവർ മാറി. പഴയ ആൾക്കാർ തന്നെയാണ്, എന്നാൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൈവ സാന്നിധ്യം, അവിടെ ഉണ്ടാകുന്ന ദൈവപ്രവൃത്തി വേറെയാണ്. സമൂഹത്തിൻ്റെ വിശ്വാസം മാറി. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ വായിക്കുന്നുണ്ട്, പൗലോസൊക്കെ അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം സംസാരിച്ചു.
ജനങ്ങളുടെ ഇടയിലേക്ക് വിശ്വാസം വർദ്ധിച്ചു വന്നു. കേരളം വിട്ട് തമിഴ്നാട്ടിലോട്ട് ചെന്നാൽ, ആന്ധ്രയിലോട്ട് ചെന്നാൽ, വടക്കേ ഇന്ത്യയിലോട്ട് ചെന്നാൽ ഭയങ്കര അത്ഭുതങ്ങളാണ്. അതിൻ്റെ കാരണം ആ ജനത്തിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. അവരെന്തെങ്കിലും വിശ്വസിച്ചാൽ അതുപോലെ വിശ്വസിക്കും. മലയാളി 10 വട്ടം ഒന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. മലയാളി ഡോക്ടർമാരിൽ വിശ്വസിക്കും, പണത്തിൽ വിശ്വസിക്കും, വിദ്യാഭ്യാസത്തിൽ വിശ്വസിക്കും. എന്നാൽ കർത്താവിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ മലയാളികൾക്ക് ബുദ്ധി കൂടിയത് കൊണ്ടായിരിക്കും, മറ്റുള്ള എല്ലാവരേക്കാൾ വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയൊക്കെ കൂടുതലായതുകൊണ്ടായിരിക്കാം 10 വട്ടം ചിന്തിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ആ കാര്യത്തിൽ ഒരു ചുവട് വെക്കാൻ കഴിയാതെ പോകും. എന്നാൽ കേരളം വിട്ട് കഴിയുമ്പോൾ അന്തരീക്ഷം വേറെയാണ്. ആഫ്രിക്കയിലോട്ട് ചെന്നാൽ അന്തരീക്ഷം വേറെയാണ്. സൗത്ത് അമേരിക്കയിൽ ചെന്നാൽ അന്തരീക്ഷം വേറെയാണ്. എന്നാൽ യൂറോപ്പിലോട്ട് ചെന്നാൽ മലയാളികളുടെ അച്ചാച്ചന്മാരവിടെ, അവരുടെ ഇടയിൽ അവർ അധികം അങ്ങോട്ട് കയറി വിശ്വസിക്കുകയില്ല. എന്നാൽ ഒരു ആത്മീക അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരുടെ മനോഭാവം തന്നെ മാറും. ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി വരികയാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായ വലിയ മേഘത്തിൻ്റെ കീഴെയാണ് അവർ സഞ്ചരിച്ചത്. മേഘത്തിൻ്റെ കീഴെ ചെങ്കടൽ രണ്ടാകും. മേഘത്തിൻ്റെ കീഴെ മാറ കയ്പ് മധുരമാകും. മേഘത്തിൻ്റെ കീഴെ പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം വരും. മേഘത്തിൻ്റെ കീഴെ. അപ്പോൾ ഇവിടെ കാണത്തക്ക രീതിയിലുള്ളൊരു മേഘം ഈ അപ്പോസ്തലന്മാരുടെ കാലത്തില്ലെങ്കിലും ഇസ്രായേൽ മക്കളെ നടത്തിയ അതേ മേഘമാണ് ഇപ്പോൾ യെരുശലേമിലും ഇവർ പോകുന്ന ഇടങ്ങളിലും മൂടി നിൽക്കുന്നത്. ഈ മേഘത്തിൻ്റെ കീഴെ വന്നു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് തന്നെ മാറും. ഇതുപോലൊരു അന്തരീക്ഷം നമ്മുടെ വീടുകളിലൊന്നും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനോഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ അത് നടക്കും. ഒരു നിഴലിൽ പോലും അത്ഭുതം നടക്കും. ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ പോലും വരണ്ട. യായിറോസ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് നീ കൈ വെക്കണം, എന്നാലേ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകും. ശതാധിപൻ പറഞ്ഞു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ നിലവാരം വേറെയായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പുതുക്കുമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളുടെ മേൽ ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടാകും. നമ്മൾ വായിക്കുന്നു എബ്രായലേഖനം 11:11, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം കൊണ്ട് മാത്രമല്ല സാറയ്ക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. സാറയ്ക്ക് 89 വയസ്സ്, അബ്രഹാമിന് 99 വയസ്സ്. ബാറ്റാഷുവിൻ്റെ കണക്ക് പോലെ, ചില തുണിയുടെയൊക്കെ കണക്ക് അവരൊക്കെ ഇടുന്നത് പോലെയുണ്ട് അല്ലേ? ആദ്യമായിട്ട് ബാറ്റാഷൂക്കാരാണ് അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. 100 രൂപയാണെങ്കിൽ 99 രൂപ 99 പൈസ എന്നൊക്കെ ഇട്ടേക്കും. 100 എന്ന് പറയേ 100 99 രൂപയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ബാക്കി ചില്ലറയില്ലല്ലോ, സാരമില്ല, 1 രൂപയുടെ കാര്യമല്ല. തുണിക്കടയെല്ലാം അങ്ങനെയാണ്, അവർ ആ സീറോയിലോട്ട് വരില്ല. എല്ലാവരും അതിൻ്റെ താഴെ നിൽക്കത്തുള്ളൂ. ഇതുപോലെയാണ് പലരും. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന പലരിലേക്കും ഒരു വലിയ ദൈവശക്തിയെ പരിശുദ്ധാത്മാവ് പകരുകയാണ്. നിഴലിൽ പോലും ദൈവശക്തി, സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ വീടുകളിൽ നിങ്ങളുടെ വഴികൾ തുറക്കുവാൻ, നിങ്ങളുടെ ഉറവകളെ തുറക്കുവാൻ, നിങ്ങളുടെ മേലൊരു വലിയ പകർച്ച തരുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഈ സമാപന ദിവസം, ഈ മാസത്തിൻ്റെ സമാപന ദിവസം അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയെ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ മേൽ വെച്ചിരുന്ന ദൈവപ്രവൃത്തിയുടെ 1000 മടങ്ങ് ഈ സീസണിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്.
സാറായുടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടി കരുതി വെച്ച കർത്താവ്. അബ്രഹാമിന് വിശ്വാസമുണ്ട്. സാറായെക്കുറിച്ച് അങ്ങനെ ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ. എബ്രായർ 11:11. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 11:11 എബ്രായർ. എന്താ കാരണം? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ 3 ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വന്നു. അബ്രഹാമും സാറയും അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചു. ആ ദൂതന്മാർ പറഞ്ഞു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരവാതുക്കലുണ്ട്. അവളോട് പറ, വരുന്ന ആണ്ടിൽ ഈ സമയത്ത് നിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാകും. അവൾ ചിരിച്ചു. ദൂതന്മാർ പറഞ്ഞു, നീ ചിരിച്ചോ? ഇല്ല, ഞാൻ ചിരിച്ചില്ല. നീ ചിരിച്ചു. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് പറഞ്ഞ് അവർ കടന്നുപോയി. അന്ന് നേരിട്ട് സാറ ആദ്യമായിട്ട് ദൈവവചനം കേട്ടു. അബ്രഹാം ദൈവവചനം കേട്ടു. റോമർ 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അബ്രഹാമിന്റെ വിശ്വാസം അബ്രഹാമിനെ വളർത്തുമെങ്കിലും സാറായുടെ വിശ്വാസം കൂടി അതിനകത്ത് ആവശ്യമാണ്. ഒരു വീട്ടിൽ ഒരാളുടെ വിശ്വാസം പോരാ, മറ്റേ ആൾക്കും ഇതൊരു പകർച്ച പോലെ കിട്ടണം. ഈ നിഴലിൽ എല്ലാവർക്കും, ആ നിഴലിൽ പോലും വിശ്വസിക്കാൻ നാട്ടുകാരുടെ മേലൊരു വിശ്വാസം വന്നിരിക്കുന്നു. എങ്ങനെ സൗഖ്യമാകാതിരിക്കും? സൗഖ്യം നടന്നിരിക്കും. അവർ വിരിപ്പുമേലും കിടക്കമേലും വഴിയിലിങ്ങനെ കിടത്തുകയാണ്, പത്രോസിന്റെ നിഴലൊന്ന് തട്ടാൻ. ഏതു വശത്താണ് നിഴലെന്ന് നോക്കി ആ വശത്ത് കൊണ്ടുവന്ന് പകൽ നിഴലുകളിൽ അവിടെ കിടത്തും. അപ്പോൾ ഒരു വൈകിട്ട് സമയത്തൊക്കെ ആണെങ്കിൽ നിഴലിന് നീളം കൂടുതലാണ്. ഉച്ച സമയത്ത് നിഴലിൻ്റെ നീളം കുറവാണ്. രാത്രി സമയത്ത് അന്ന് പന്തങ്ങളായതുകൊണ്ട് 2 വശത്ത് നിഴല് കിട്ടും. ആ നിഴലുകളിൽ പകലും രാത്രിയും ഇവരിലൂടെ സൗഖ്യം നടക്കുകയാണ്. എത്ര ഭയങ്കരമായ അത്ഭുതങ്ങളാണ് അവരിലൂടെ നടക്കുന്നത്. അതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ ആത്മാവ് അവിടെ വ്യാപരിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മുടെ സഭയിൽ വ്യാപരിക്കണം. വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കണം. വിശ്വാസത്തിൻ്റെ ആത്മാവ് അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. ഇതുപോലെ ഒരു വീട്ടിൽ എല്ലാവർക്കും വിശ്വാസമുണ്ടെങ്കിൽ ആ വീട്ടിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വിശ്വാസം എങ്ങനെ ഉണ്ടാകും? കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. റോമർ 10:17. അങ്ങനെ വിശ്വാസം കൊണ്ട് നിറഞ്ഞ ഒരു വീട്ടിൽ വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യം ആ സെക്കൻഡ് കൊണ്ട് നടക്കും. അതുകൊണ്ട് ഈ മാസത്തിന്റെ അവസാന ദിവസം വർഷങ്ങളായി കാണാത്ത പല വിടുതലുകളും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ കേൾക്കുന്ന വചനം മതി. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ പറയുകയാണ്, ഞാൻ ഹൃദയത്തിൽ സംശയിക്കാതെ ഞാൻ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഈ മലയോട് പറഞ്ഞ മല മാറും. ഒരു നാട്ടിലെ നാട്ടുകാർ മുഴുവൻ വിചാരിച്ചാൽ ഒരു മല മാറ്റാൻ പാടാണ്. നീണ്ട വർഷങ്ങൾ JCB ഉപയോഗിക്കണം. എന്നാൽ ഒരു വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തി നിമിത്തം ആ മല നിസ്സാരമായിട്ട് മാറുമെന്ന് ഒരു നാട് മുഴുവൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം അതിന് വളരെ നാളുകൾ കൊണ്ട് നടക്കുന്ന കാര്യം ഒരു മിനിറ്റ് കൊണ്ട് ഒരു വിശ്വാസി വിശ്വസിച്ചാൽ നടക്കുമെന്ന് അതിനുള്ള ശേഷി നമുക്കുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥശാലയിൽ, ഒരു ക്രിസ്തീയ അനാഥശാലയിൽ ഒരു കുഞ്ഞ്, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, അതിനകത്ത് ഒരു കുഞ്ഞ്, അവൻ ഈ വചനങ്ങളൊക്കെ വായിച്ചു. മലയോട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങും. അങ്ങനെ അവൻ ആ അനാഥശാലയിൽ പാർക്കുന്ന സമയത്ത് അവന് ആ അനാഥശാലയുടെ മുറ്റത്ത് ഒരു വലിയ പാറ നിപ്പുണ്ട്, ഭയങ്കര വലിപ്പമുള്ള. ഈ വലിയ പാറ കാരണം
അവൻ്റെ ആ മുറ്റത്ത് അവന് ഓടി നടന്ന് ഓടിക്കളിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ള കുട്ടികളുണ്ട്, അവരാരും അതെന്ത് ചെയ്യാനാണ്, പാറയായിപ്പോയി, ഞങ്ങൾക്ക് സ്ഥലമില്ല. എന്നാൽ ഇത് ഈ അനാഥശാലയുടെ പുരയിടത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇവൻ എല്ലാ ദിവസവും ചെന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ മലയോട് പറയുന്നു, നീ കടലിൽ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഈ മലയോട് പറയുന്നു, കടലിൽ പോവുക. അവന് ഒരു ദിവസം പോലും മുടങ്ങാതെ അവനോട് ചെന്ന് പറയും. ഒരു ദിവസം അപ്പോൾ ഇത് മാറ്റാൻ പലതും നോക്കിയിട്ട് നടന്നില്ല. ഒടുവിൽ ഈ കടലിൽ കല്ലുകൾക്ക് ആവശ്യം വന്നു, വലിയ വലിയ കല്ലുകൾക്ക്. അതുകൊണ്ട് ഗവൺമെൻറ് വന്ന് ഈ പാറ തരുമോ, ഞങ്ങൾ പണം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് നല്ലൊരു തുക ഈ പാറയ്ക്ക് വേണ്ടി കൊടുത്തു. പാറയ്ക്ക് തുക കൊടുത്തപ്പോൾ ആ അനാഥശാലയുടെ ഡയറക്ടർ ഈ പൈസ കിട്ടിയപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കയ്യിലല്ല തരേണ്ടത്, ഒരു കൊച്ചു മോൻ അവൻ എല്ലാ ദിവസവും വന്ന് ഇവിടെ കൈ ചൂണ്ടി ഇവിടുന്ന് മാറി കടലിൽ പോകാനായിട്ട് പറഞ്ഞു, അവന് കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാവരും കൂടി ആ പൈസ അവൻ്റെ കയ്യിലാണ് കൊടുത്തു. അവൻ അറിഞ്ഞുകൂടെ ഇത് എന്തിനാ തരുന്നത്. പറഞ്ഞു, മോൻ കാരണമാണ് ഇത് ഇങ്ങനെ ലഭിച്ചത്, ഇങ്ങനെ ഈ പണം ഉണ്ടായത്. ഇതൊരു നടന്ന ചരിത്രമാണ്, ഞാൻ വായിച്ചിട്ടുള്ള ചരിത്രമാണ്. നമ്മൾ വിശ്വാസത്തോടുകൂടി മടുക്കാതെ പറഞ്ഞാൽ ഒരിക്കലും മാറില്ലെന്ന് പറയുന്ന മല പോലും മാറിപ്പോവും. അവൻ പറഞ്ഞത്, നീ മലേ നീങ്ങി കടലിൽ പോകാനാണ് യേശുപ്പച്ചൻ പറഞ്ഞത്. അതുകൊണ്ട് പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളരട്ടെ. നമ്മുടെ വീട്ടിൽ 24 മണിക്കൂർ TV ഓൺ ചെയ്ത് ആ അപകടം, ഈ അപകടം, വെള്ളപ്പൊക്കം, വെള്ളം ഒലിച്ചു വന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കാതെ ക്രിസ്തീയമായ അല്ലെങ്കിൽ വിശ്വാസമുളവാകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉരുവാകാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ ഈ പിള്ളേർ വിശ്വാസ വീരരായി മാറും. നാളെ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളെ ആശ്രയിക്കില്ല. അവരുടെ വിദ്യാഭ്യാസ കാര്യം പോലും അവർ കർത്താവിനോട് ചോദിച്ചിട്ട് അവരത് പ്രാപിച്ചെടുക്കും. അവരുടെ വഴികളൊക്കെ സ്കോളർഷിപ്പോടുകൂടി ദൈവമായിട്ട് തന്നെ അത് ചെയ്യും. എനിക്കറിയാവുന്ന എത്രയോ കുട്ടികൾ ഓരോ രാജ്യത്തും മുഴുവൻ സ്കോളർഷിപ്പോടെ പോയ പല കുഞ്ഞുങ്ങളും അവിടെ ചെന്ന് പഠിച്ച് മാതാപിതാക്കൾക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് മാതാപിതാക്കൾ വർഷങ്ങളായിട്ട് വീട് വെക്കാത്ത മാതാപിതാക്കൾ നാട്ടിൽ വീട് വെച്ചു. കാരണം മോൻ പഠിക്കാൻ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് കിട്ടിയ പൈസ. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചുനാളിൽ തന്നെ കാര്യപ്രാപ്തിയുള്ളവരാക്കി മാറ്റാൻ അവരെ വിശ്വാസം പഠിപ്പിച്ചാൽ മതി. കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ നിഴലുകൾ ഇനിയും വെളിപ്പെട്ട് അത്ഭുതങ്ങൾ നടക്കട്ടെ. നിഴലിൽ പോലും, നിങ്ങളുടെ നിഴലിൽ പോലും അത്ഭുതമുണ്ടെന്ന് പിന്നത്തേതിൽ ദേശം അറിയണം. നമ്മുടെ നിഴലുകൾ പോലും വെറുക്കപ്പെട്ടതല്ല, വിലയേറിയതായി മാറാൻ യേശുവിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് വലിയ അത്ഭുതങ്ങളെ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന വചനങ്ങളെ ഞങ്ങൾ ഒന്നുകൂടി വിശ്വസിക്കുന്നു. ഇന്നൊരു അത്ഭുതം നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം തീരുന്നതിനുള്ളിൽ ഭയങ്കരമായ വലുത് സഫലവുമായ വാതിൽ തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. സൗഖ്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. സാമ്പത്തിക വഴികൾ തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്ഭുത രോഗസൗഖ്യങ്ങൾ കുടുംബങ്ങളിൽ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്വന്തം ഭവനങ്ങൾക്കുള്ള വഴി തുറക്കട്ടെ, ജോലിക്കുള്ള വാതിൽ തുറക്കട്ടെ, കുടുംബ സമാധാനം വർദ്ധിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. കർത്താവ് നിശ്ചയമായിട്ടും ഈ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും റിസൾട്ട് നമുക്ക് തന്നിരിക്കും. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്ദി. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.